ഈ ഒരു ബഡ്ജറ്റ് വലിയ ഒരുപക്ഷെങ്കിൽ കേരള ചരിത്രത്തിൽ ഇത്ര അധികം മാരിടൈം സെക്ടറിന് പ്രതീക്ഷ നൽകിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പരിപൂർണം എന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷേ സമ്പന്നമാണ്. ഒരു സ്റ്റേറ്റ് തങ്ങളുടെ കരയിലെ വിഭവങ്ങളും കൂടാതെ ആ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കപ്പെടുന്ന സമുദ്രത്തെയും ആ സമുദ്രവുമായിട്ട് ലോകത്തെയും ഒരു രാജ്യത്തെയും കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന, രാജ്യത്തിലെ എല്ലാ വിഭവങ്ങളെയും ഗ്രാമത്തിലേക്ക് എത്തിച്ച് ഗ്രാമത്തിലെ വിഭവങ്ങളെയും രാജ്യത്തെ വിഭവങ്ങളെയും കൂടെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു അന്താരാഷ്ട്ര വ്യാപാരത്തിലേക്ക് പോകാനും ലോക ടൂറിസത്തെ ആകർഷിക്കാനും ഒക്കെയുള്ള എല്ലാ വിഭവങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ഹോംവർക്ക് നടത്തിയിട്ടുള്ള ഒരു മാരിടൈം ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സമുദ്ര മിഷൻ തന്നെയാണ് ഇതിനകത്തിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ള വിഴിഞ്ഞത്തെ കണക്റ്റ് ചെയ്തുകൊണ്ട്, അതേ തരത്തിൽ തന്നെ കേരളത്തിൻ്റെ മധ്യ കേരളത്തിനകത്തിലേക്കുള്ള അറബിക്കടലിൻ്റെ മാറിടത്തിലുള്ള കൊച്ചിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തുറമുഖ നിർമ്മാണത്തെയും കൊച്ചി പോർട്ടിനെയും വല്ലാർപാടത്തെയും കണക്റ്റ് ചെയ്തുകൊണ്ട് ആലപ്പുഴയെയും കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള സതേൺ കോറിഡോറുകൾ കണക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ രണ്ട് പ്രധാന മാരിടൈം, അതായത് ചങ്കായിട്ടുള്ള എഞ്ചിനായിട്ടുള്ള രണ്ടെണ്ണത്തിനെ കണക്റ്റ് ചെയ്യുക എന്നാണ്. ഒപ്പം തന്നെ ആ കണക്ടിവിറ്റിയുടെ സപ്പോർട്ടായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 4 നോൺ മേജർ പോർട്ടുകളെയും അവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ കേരള മാരിടൈം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഈ 4 നോൺ മേജർ തുറമുഖത്തിനോടൊപ്പം തന്നെ 13 നോൺ മേജർ തുറമുഖത്തെയും അവർ കണക്ട് ചെയ്തിരിക്കുന്നു. എന്തൊരു സയൻറ്റിഫിക്കായിട്ടാണ് ആ പറയുന്ന ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അതിനോടൊപ്പം അതിൻ്റെ ഓരോ മേഖലയും എടുത്തു. തീരദേശത്തെ എടുത്തിട്ട് എങ്ങനെ മത്സ്യബന്ധത്തെയും തീരദേശത്തിനകത്തിലെ കടലിൻ്റെ മക്കൾക്ക് എന്നുള്ളൊരു വാദത്തെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ, അവരെ എങ്ങനെ സംരക്ഷിക്കാം, ഏത് തരത്തിലേക്ക് അവർക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് ബിസിനസ് തലത്തിനകത്തിലേക്ക് എങ്ങനെ സംവരണം കൊടുക്കാം, അവിടെ തീരദേശത്തെ കണ്ടുപിടിക്കുന്നു. കപ്പൽ നിർമ്മാണം. ഇപ്പോൾ നമുക്കറിയാവുന്ന വേറൊരു കാര്യം, നമ്മൾ കേരള ബഡ്ജറ്റിനെ മാത്രം വെച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ കാണുന്നത്. കൊച്ചിയിലെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, അതിനോട് ചേർന്നിട്ട് വന്നിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡിലെ 23,000 കോടി രൂപയുടെ ഷിപ്പ് നിർമ്മാണത്തിൻ്റെ ഓർഡർ ഓൾറെഡി കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ വന്നിരിക്കുന്ന ഒരു ഓർഡറിനനുസരിച്ച് പറയുവാണ്, നമ്മുടെ ഗവൺമെൻറ് പറയുകയാണ്, ഞങ്ങൾ ഷിപ്പ് നിർമ്മാണത്തിനും അനുബന്ധമായിട്ടുള്ള കാര്യത്തിനും വേണ്ട ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നു. എത്ര നല്ലൊരു കാൽക്കുലേഷനാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, നമ്മൾ ഒരു ഒന്നാന്തരം ടൂറിസം, അതായത് ഒരു മ്യൂസിയം ക്ലബ്ബ് നമ്മൾ ഉണ്ടാക്കും. ആ മ്യൂസിയത്തെ ഒരു മ്യൂസിയം എന്ന തരത്തിൽ മാത്രമല്ല അഡ്രസ്സ് ചെയ്തത്, അതിനെ ഇൻ്റർനാഷണൽ തലത്തിലേക്കുള്ള ഒരു പഠന കേന്ദ്രവുമാണ്. മാരിടൈം ഹിസ്റ്ററി എന്ന് പറയുന്നത് പഴയ മഹാഭാരതം തൊട്ട് തുടങ്ങുന്ന ഹിസ്റ്ററിയാണ്. പഴയ തരത്തിലുള്ള സിന്ധു നദീ സംസ്കാരം തൊട്ട് തുടങ്ങുന്ന ചരിത്രമാണ്. റോമ സാമ്രാജ്യത്തിൻ്റെയും അലക്സാണ്ട്രിയയുടെയും അറബ് രാജ്യത്തിൻ്റെയും ചൈനയുടെയും ഒക്കെ സാമ്രാജ്യത്തിൻ്റെ എല്ലാം തൊട്ട് കിടക്കുന്ന ആ ചരിത്രം 2026 വരെയുള്ള ചരിത്രത്തിനകത്തിലേക്ക് വരുന്ന ഒരു ഗവേഷണ കേന്ദ്രം കൂടായിരിക്കും. ലോകം ഇന്നൊരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ഓഷ്യൻ ബേസ്ഡ് എക്കോണമിയുടെ പിന്നിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ബിന്ദുവിനെ കൂടെ ഇതിനേക്ക് ചേർത്തുകൊണ്ട് മ്യൂസിയം ഒരു റിസർച്ച് സെൻ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് കൊച്ചി പോലെ ബോൾഗാട്ടി പാലസ് ഉള്ള ഈ ക്രൂസ് ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള അത്തരത്തിലേക്കുള്ള ഒരു സ്ഥലത്ത് ഇതേ തരത്തിലുള്ള ഒരു മ്യൂസിയം റിസർച്ചൂടെ സെൻ്ററൂടെ വരുമെന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് എത്ര വളരെ കൂടുതലായിരിക്കും. അത് ഫോറിൻ കറൻസി നമുക്ക് എത്രമാത്രം തരും, അത് നമുക്ക് തരുന്ന എൻ്റർടൈൻമെൻറ്റ് എത്രമാത്രമായിരിക്കും, എത്രമാത്രം സ്റ്റുഡൻസിനെയും എത്രമാത്രം വിസിറ്റേഴ്സിനെയും നമുക്ക് അവിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ എടുത്താലും, അങ്ങനെ ഞാനത് നോക്കിയപ്പോൾ 15 തൊട്ട് 20 വരെ സബ്ജക്റ്റുകളെ വളരെ കണക്റ്റ് ചെയ്തിട്ടാണ് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.